വിശദമായ വാർത്തകളിലേക്ക്. മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി യോഗത്തിന് തൊട്ടുമുൻപ് കെപിസിസി അധ്യക്ഷൻ പാണക്കാട്ടെത്തി സമവായ ശ്രമം. 3ാം സീറ്റ് വേണമെന്ന നിലപാടിൽ ലീഗ് ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച. അതേസമയം വിട്ടുവീഴ്ച ആവശ്യമില്ലെന്ന നിലപാടിലാണ് ലീഗ് നേതാക്കൾ. ഉന്നതാധികാര സമിതി യോഗം ചേരുന്നതിന് തൊട്ടുമുമ്പായാണ് കെപിസിസി അധ്യക്ഷൻ പാണക്കാടെത്തി ഹൈദരലി തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയത്. 3ാം സീറ്റെന്ന കടുംപിടുത്തത്തിൽ വിട്ടുവീഴ്ച ആവശ്യപ്പെട്ടായിരുന്നു സന്ദർശനം. ഇക്കാര്യങ്ങൾ ഉന്നതാധികാര സമിതി യോഗത്തിന് ശേഷം ഉഭയകക്ഷി ചർച്ചയിൽ സംസാരിക്കാമെന്നായിരുന്നു ഹൈദരലി തങ്ങളുടെ നിലപാട്. ജനമഹായാത്രയ്ക്ക് പിന്തുണ തേടിയാണ് പാണക്കാട്ടെത്തിയതെന്നായിരുന്നു മുല്ലപ്പള്ളിയുടെ വിശദീകരണം. ഞാൻ പറഞ്ഞല്ലേ, മുസ്ലിം ലീഗും ഞങ്ങളുടെ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? 50 വർഷക്കാലത്തെ ബന്ധമാണത്. മാത്രമല്ല, ആ ബന്ധം ഇന്നുവരെ ഒലിയാതെ കൊണ്ടുപോയിട്ടുണ്ട്. ഒരിക്കൽ പോലും മുസ്ലിം ലീഗ് കോൺഗ്രസ് തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന്റെ പേരിൽ ആ ബന്ധം ഒലിഞ്ഞു പോയിട്ടില്ല, ഒലിയേയില്ല. അത് സുദൃഢമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. ലീഗ് അങ്ങനെ ഒരു ആവശ്യം ഇപ്പോൾ വെച്ചില്ലോ. ഒന്നാമത് ചർച്ചകൾ പോലും ആയിട്ടില്ലല്ലോ. ലീഗിന്റെ കമ്മിറ്റികൾ പോലും അതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തിയിട്ടില്ല. പിന്നെ നമ്മൾ എന്തിനാ ഈ കാര്യങ്ങളെ കുറിച്ച്? UDF തികഞ്ഞ ആത്മവിശ്വാസമാണുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തെ ചരിത്രത്തിൽ ഇന്നലെ വരെ നടന്ന തെരഞ്ഞെടുപ്പുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഐക്യ ജനാധിപത്യ കക്ഷിയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ഒരു സംശയം വേണ്ട. 3ാം സീറ്റെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടു പോവേണ്ടെന്ന തീരുമാനത്തിലാണ് ലീഗ് യോഗം അവസാനിച്ചത്. 10-ന് ചേരുന്ന UDF യോഗത്തിൽ നിലപാട് വ്യക്തമാക്കുമെന്ന് KPA മജീദ് പ്രതികരിച്ചു. എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തു. UDF സ്മൂത്തായി പോകേണ്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ കാര്യങ്ങളൊക്കെ 10-ാം തീയതി കറ്റ് ഉപകക്ഷി ചർച്ചയിൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനം ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾ അറിയും. 3ാം സീറ്റുകളല്ല, എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. MP-മാരായ PV അബ്ദുൽ വഹാബ്, PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ, MK മുനീർ, KPA മജീദ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കുഞ്ഞാലിക്കുട്ടിയും KPA മജീദും ഒഴികെയുള്ളവരെല്ലാം 3ാം സീറ്റെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. 3ാം സീറ്റ് എന്ന ലീഗ് ആവശ്യത്തെ തള്ളി കെ മുരളീധരൻ. സീറ്റ് ചോദിക്കുന്നതിൽ തെറ്റില്ല. ലീഗിന് നേരത്തെയും അധിക സീറ്റ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സാഹചര്യം വേറെയാണ്. ഏറ്റവും വലിയ ഒറ്റ കക്ഷിയെയാണ് സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കുക. അതുകൊണ്ട് കോൺഗ്രസിന് 1ാമത്തെ കക്ഷി ആകേണ്ടതുണ്ടെന്നും മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു. സീറ്റ് കൂടുതൽ ചോദിക്കുന്നതിൽ തെറ്റില്ല. മുമ്പ് കോൺഗ്രസ് കൊടുത്തിട്ടുമുണ്ട്. പക്ഷെ ഇപ്പോൾ വന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ കക്ഷിനെയാണ് സ്വാഭാവികമായിട്ടും ഇലക്ഷൻ കഴിഞ്ഞാൽ രാഷ്ട്രപതി ഗവൺമെൻറ് ഉണ്ടാക്കാൻ ക്ഷണിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് കോൺഗ്രസ് 1ാമത്തെ കക്ഷിയായിട്ട് വന്നാൽ മാത്രമേ ഏറ്റവും വലിയ കക്ഷി എന്ന നിലയ്ക്ക് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ ക്ഷണിക്കുള്ളൂ. കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റുകൾ ലഭ്യമാക്കാൻ ഏറ്റവും സഹായിക്കുന്നൊരു സംസ്ഥാനം കേരളമാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഒരു പ്രയാസം എന്ന് പറയുന്നത്. പക്ഷെ അതൊക്കെ പരസ്പര ചർച്ചയിലൂടെ ഞങ്ങൾ പരിഹരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് പ്രാധാന്യം നൽകണമെന്ന് യൂത്ത് കോൺഗ്രസ്. പകുതി സീറ്റുകൾ യുവാക്കൾക്ക് നൽകണമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു. നിയമസഭയിൽ മത്സരിക്കുന്നവർ ലോക്സഭയിൽ മത്സരിക്കുന്നത് ഒഴിവാക്കണമെന്നും ഡീൻ പറഞ്ഞു. മാന്യമായ ഒരു പരിഗണന യൂത്ത് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിലെ ചെറുപ്പക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു തലത്തിലേക്ക് നേതൃത്വത്തിന്റെ തീരുമാനമുണ്ടാകണം. പരസ്പരം വീതം വെച്ച് ഒത്തുതീർപ്പിന്റെ അടിസ്ഥാനത്തിൽ വിജയസാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുന്ന ഒരു കോംപ്രമൈസിന്റെ തലത്തിൽ നിന്നുകൊണ്ട് പലപ്പോഴും ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥികളായി രംഗപ്രവേശം ചെയ്യുന്നത് ഒഴിവാക്കിക്കൊണ്ട് യുവാക്കൾക്ക് അർഹമായ പരിഗണന നൽകണം ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നു. ഒഴിവ് വരുന്ന സീറ്റുകളിൽ പകുതിയോളം സീറ്റുകൾ, 5 സീറ്റുകളെങ്കിലും ചെറുപ്പക്കാർക്കും പുതുമുഖങ്ങൾക്കുമായി നൽകണം എന്നുള്ളതാണ് ഞങ്ങൾ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. രാജ്യത്തെ മതനിരപേക്ഷ സർക്കാർ അധികാരത്തിൽ വരണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. അവർ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാകണം. ജനാധിപത്യം സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇടപെടുമെന്നും എന്നാൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ ഉദ്ദേശമില്ലെന്നും കാന്തപുരം കോഴിക്കോട് പറഞ്ഞു. എല്ലാ രാഷ്ട്രീയ വിഭാഗവും അംഗീകരിക്കുന്നതാണ് ജനാധിപത്യ രാഷ്ട്രം ഇവിടെ കെട്ടിപ്പടുക്കണം. ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ
ഒരു ഭരണം ഇവിടെ നിലനിൽക്കണം. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ലാത്തത് കൊണ്ട് അങ്ങനെ ഇടപെടാവുന്നതാണല്ലോ. രാഷ്ട്രീയമുള്ളതാണെങ്കിൽ അത് സാധിക്കില്ല. അവർക്ക് അവരെ പാർട്ടി നോക്കണം. ഞങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടിയില്ല, ഉണ്ടാക്കാൻ ഉദ്ദേശവും ഇല്ല. ശാസ്ത്രബോധത്തെ യുക്തിരഹിതമാക്കാൻ രാജ്യത്ത് ശ്രമം നടക്കുന്നതായി മുഖ്യമന്ത്രി. ശാസ്ത്രത്തെ ഹൈന്ദവത്കരിക്കാനും അന്ധവിശ്വാസം വളർത്താനും ശ്രമം. പ്രളയത്തിൽ നഷ്ടപ്പെട്ട ജൈവസമ്പത്ത് തിരിച്ചുപിടിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. അക്ഷയതൃതീയ, മാന്ത്രികേലസ്, ബാധയൊഴിപ്പിക്കൽ, കമ്പ്യൂട്ടർ ജാതകം, ഓജാ ബോർഡ്, ഫെങ്ഷൂയി, ഇങ്ങനെ പലതും നമ്മുടെ നാട്ടിലും പറന്നു പിടിക്കുകയാണ്. നമ്മുടെ നാട് പുലർത്തിപ്പോന്നിരുന്ന ശാസ്ത്രബോധവും യുക്തിചിന്തയും എവിടെയോ വെച്ച് കൈമോശം വന്നിട്ടുണ്ട്. ശാസ്ത്രാവബോധമുള്ള തലമുറ ഏതൊരു നാടിൻ്റെയും സമ്പത്താണ്. അവർക്ക് മാത്രമേ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാനാവൂ. ഭീമ കൊറേഗാവ് സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത പ്രമുഖ ദളിത് ചിന്തകൻ ആനന്ദ് തെൽതുംഗയെ വിട്ടയക്കാൻ ഉത്തരവ്. പൂനെ സെഷൻസ് കോടതിയാണ് തെൽതുംഗയെ വിട്ടയക്കാൻ ഉത്തരവിട്ടത്. ഫെബ്രുവരി 11 വരെ സുപ്രീംകോടതി വിലക്ക് നിലനിൽക്കെയാണ് അറസ്റ്റെന്ന് മനസ്സിലാക്കിയാണ് വിട്ടയക്കാനുള്ള ഉത്തരവ്. വിവരങ്ങളുമായി ശരത്ത് ചേരുകയാണ്. ശരത്ത്, കോടതി ഉത്തരവ് എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? പ്രിയ, ഫെബ്രുവരി 11 വരെ അറസ്റ്റിന് സുപ്രീംകോടതി വിലക്ക് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നടത്തിയ അറസ്റ്റിന് നിയമപരമായി നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രമുഖ ദളിത് മാർക്സിസ്റ്റ് ചിന്തകനും അധ്യാപകനും ഒക്കെയായ ആനന്ദ് തെൽതുംഗയെ വിട്ടയക്കാൻ കോടതി ഉത്തരവിട്ടത്. ഉത്തരവിന് പിന്നെ ഈ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്നും അതുപോലെ തന്നെ അതിനാൽ തന്നെ ഒരു കാരണവശാലും അറസ്റ്റ് നിയമപരമായി നിലനിൽക്കില്ല എന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് പൂനെ സെഷൻസ് കോടതി അദ്ദേഹത്തെ വിട്ടയക്കാൻ ഉത്തരവിട്ടത്. ഉത്തരവിന് പിന്നാലെ തന്നെ പോലീസ് ഇദ്ദേഹത്തെ വിട്ടയച്ചതായും വ്യക്തമാക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 11 വരെ അറസ്റ്റ് പാടില്ല എന്നും പൂനെ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഭീമ കൊറേഗാവ് സംഘർഷത്തിന് ഇടയാക്കിയ എൽഗർ പരിഷത്ത് യോഗവുമായി ബന്ധമുണ്ട് എന്നാരോപിച്ചുകൊണ്ട് ഇന്ന് പുലർച്ചയോടുകൂടിയായിരുന്നു മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് ആനന്ദ് തെൽതുംഗയെ അറസ്റ്റ് ചെയ്തത്. നിരോധിത സംഘടനയായ CPI മാവോയിസ്റ്റുമായി ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു, ഇദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്നുള്ള രേഖകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ആനന്ദ് തെൽതുംഗയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിലാണ് ഏറെ നിർണായകമായ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. ഏതായാലും ഫെബ്രുവരി 11 വരെ അറസ്റ്റ് പാടില്ല എന്നുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു തീരുമാനമുണ്ടായിരിക്കുന്നത്. നേരത്തെ അറസ്റ്റിനെതിരെ CPIM അതുപോലെ തന്നെ വിവിധ മനുഷ്യാവകാശ സംഘടനകളും രംഗത്തെത്തിയിരുന്നു. പൗരാവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ഈ അറസ്റ്റ് എന്നും അതുപോലെ തന്നെ സർക്കാരിനെതിരെ സംസാരിക്കുന്ന ആളുകൾക്ക് നേരായി ഇത്തരത്തിലുള്ള നടപടികൾ കൈക്കൊള്ളുന്നത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും രംഗത്തെത്തിയിരുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ മനുഷ്യാവകാശ സംഘടനകളും തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒരു വിട്ടയക്കാനുള്ള തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ശരി, വിവരങ്ങളാണ് ശരത്ത് നൽകിയത്. എൻഡോസൾഫാൻ സമരക്കാരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാമെന്ന് അറിയിച്ചതാണെന്ന് മന്ത്രി KK ശൈലജ ടീച്ചർ. എന്തിനാണ് ഇപ്പോൾ സമരം ചെയ്യുന്നതെന്ന് അറിയില്ലെന്നും കുട്ടികളെ പ്രദർശിപ്പിച്ചുള്ള സമരരീതി ശരിയല്ലെന്നും ടീച്ചർ പറഞ്ഞു. ഉന്നയിക്കുന്ന നമ്പർ അത്രയും ആളുകൾ ഉൾക്കൊള്ളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ മുഴുവൻ നമ്പറും പരിശോധിച്ചിട്ട് അതിൽ അർഹരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉൾപ്പെടുത്തുന്നതാണ്, ഈ മാനദണ്ഡം അനുസരിച്ച് പരിശോധിച്ചിട്ടെന്ന് പറഞ്ഞതാണ്. എല്ലാം അംഗീകരിച്ചതാണ് പറഞ്ഞു. വീണ്ടും തുടരുന്നു എന്നുള്ള അതുമല്ല, കുട്ടികളെല്ലാം ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ട് അവർ ഇരിക്കുകയാണ്. ഞാൻ പിന്നെ എന്താ പറയേണ്ടത് അതിന്? പിന്നെ ഈ പറഞ്ഞ പോലെ അവിടെ കൊണ്ടുപോയി ഇവിടെ ഈ വന്നിട്ട് കുട്ടികളെ പ്രദർശിപ്പിച്ചിട്ട് സമരം ചെയ്യുന്നവർ, ആ കുട്ടികൾ ആരെങ്കിലും, അവിടെ ഇരിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഈ സ്കീമിൽ ഉൾപ്പെട്ടിട്ടുള്ളവരല്ലെങ്കിൽ അവരെ ഞങ്ങൾ പരിശോധിച്ചിട്ട് ഈ സ്കീമിൽ ഉൾപ്പെടുത്തേണ്ടവരാണെങ്കിൽ ഉറപ്പായിട്ട് ഉൾപ്പെടുത്തുന്നതാണ് പറഞ്ഞത്. അങ്ങനെ ഒന്നിനും തയ്യാറാവുന്നില്ല. അവർ കുറേ കുട്ടികളെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് ഇവിടെ ഇരിക്കുന്നു, സമരം ചെയ്യുന്നു. എന്താ അതിൻ്റെ പിന്നിലെ താല്പര്യം എനിക്കത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. CPIM സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ചേരുന്നു. ഫെബ്രുവരി 14 LDFന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന കേരള സംരക്ഷണ യാത്രയെ സംബന്ധിച്ച യോഗം ചർച്ച ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പ്രാഥമികമായ ചർച്ചകളും യോഗത്തിൽ നടക്കും. പോലീസിൽ വൻ അഴിച്ചുപണി. 63 DYSPമാർക്കും 11 ASPമാർക്കും സ്ഥലമാറ്റം. സർക്കിൾ ഇൻസ്പെക്ടർമാർക്ക് സ്ഥാനക്കയറ്റത്തോടെ
പുനർനിയമനം. അച്ചടക്ക നടപടി നേരിട്ട 11 ഡിവൈഎസ്പിമാരെ സിഐമാരായി തരം താഴ്ത്തി പുനർനിയമിച്ചു. സിബിഐ ഡയറക്ടർ സ്ഥാനത്തേക്ക് 3 പേർ പരിഗണനയിൽ. രജനീകാന്ത് മിശ്ര, ജാവീദ് അഹമ്മദ്, SS ദേശ്വാൾ എന്നിവരുടെ അന്തിമ പട്ടികയിൽ ഇടം നേടിയത്. സുപ്രീംകോടതി നിർദ്ദേശമുള്ളതിനാൽ ഇന്ന് തന്നെ സെലക്ഷൻ കമ്മിറ്റി യോഗം ചേർന്ന് ഡയറക്ടർ നിയമനത്തിൽ തീരുമാനം എടുത്തേക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ഇന്നലെ ചേർന്ന സെലക്ഷൻ കമ്മിറ്റി യോഗമാണ് സിബിഐ ഡയറക്ടർ സ്ഥാനത്തേക്ക് 3 പേരുടെ അന്തിമ പട്ടിക തയ്യാറാക്കിയത്. 1984 ഉത്തർപ്രദേശ് കേഡറിലെ ജാവീദ് അഹമ്മദ്, അതേ ബാച്ചിലെ രജനീകാന്ത് മിശ്ര, ഹരിയാന കേഡറിലെ SS ദേശ്വാൾ എന്നിവരാണ് അന്തിമ പട്ടികയിലുള്ളത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിമിനോളജി ആൻഡ് ഫോറൻസിക് സയൻസ് തലവനായ ജാവീദ് അഹമ്മദിനെ യോഗത്തിൽ കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് മല്ലികാർജ്ജുന ഖാർഗെ പിന്തുണച്ചു. എന്നാൽ BSF ചീഫായ രജനീകാന്ത് മിശ്രയ്ക്കായിരുന്നു പ്രധാനമന്ത്രിയുടെ പിന്തുണ. ഒടുവിൽ ഇന്നലെ രാത്രി ഏറെ വൈകിയും തീരുമാനമാകാതെ യോഗം പിരിയുകയായിരുന്നു. ഡയറക്ടർ നിയമനത്തിൽ സെലക്ഷൻ കമ്മിറ്റിയിലെ 3ാമത്തെ അംഗം ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ നിലപാട് നിർണായകമാകും. സിബിഐ പോലൊരു സ്ഥാപനത്തിന്റെ ഡയറക്ടർ സ്ഥാനത്ത് നിയമനം വൈകുന്നത് ശരിയല്ലെന്നും ഉടൻ നിയമനം വേണമെന്നും സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ന് തന്നെ വീണ്ടും സെലക്ഷൻ കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനമെടുത്തേക്കും. തന്റെ ആവശ്യം നിരസിച്ചാൽ ഖാർഗെ യോഗത്തിൽ വിയോജനക്കുറിപ്പ് നൽകും. അലോക് വർമ്മയെ സിബിഐ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയ ജനുവരി 10 മുതൽ ഡയറക്ടർ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേന്ദ്ര ബജറ്റിലെ കർഷകർക്കായുള്ള പദ്ധതികൾ പൊള്ളത്തരമെന്ന് സീതാറാം യെച്ചൂരി. യാത്രക്കാരന്റെ പോക്കറ്റ് അടിക്കുകയും പിന്നീട് അതേ യാത്രക്കാരന്റെ ടിക്കറ്റ് എടുക്കുകയും ചെയ്യുന്ന കള്ളന്റെ തന്ത്രമാണ് കർഷകർക്ക് 6000 രൂപ നൽകുമെന്ന പ്രഖ്യാപനമെന്നും യെച്ചൂരി പറഞ്ഞു. इन 4.5 सालों में 3.5 लाख करोड़ रुपए 3.5 लाख करोड़ रुपए जो कर्जा लिए है बड़े बड़े पूंजीपति बैंकों से और भाग गए देश छोड़ के, उन लोगों की कर्जा की माफी कर दी 3.5 लाख करोड़ रुपए. एक महानुभाव उसी बस के अंदर जो यात्रा कर रहा था वो कहता कंडक्टर को, ले भाई उसके पैसे टिकट के मैं ही दूंगा, बस को आप आगे चलाइए. तो कहानी इस बात पे खत्म होती, कौन है ये महानुभाव इस कलयुग में जो किसी और के टिकट खरीदने के लिए अपने जेब से पैसे दे रहा? कौन है ये? वही पॉकेट मार जो पहले 10,000 रुपए मार लिया था, अब जो है आखिरी मिनट में आकर कहता है लो जी 5 रुपए टिकट के लिए. ये है प्रधानमंत्री मोदी जी हमारे, और ये है कि पूरे 5 साल लूटा हम सबको, देश को. अब चुनाव जब नजदीक आ रहे हैं वो पॉकेट मार के जैसा कहता है कि भाई उसका टिकट मैं खरीद लूंगा. സംസ്ഥാന ബജറ്റ് സ്വാഗതാർഹമെന്ന സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ. ചെറുകിട വ്യവസായത്തെ നല്ല നിലയിൽ പരിഗണിക്കുന്നതാണ് ബജറ്റ് പ്രഖ്യാപനങ്ങൾ. ഇവ സമയബന്ധിതമായി നടപ്പാക്കാൻ ശ്രമമുണ്ടാകണമെന്ന് കേരള ചെറുകിട വ്യവസായ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും ഹാപ്പി ഗ്രൂപ്പ് ഓഫ് കമ്പനി MDയുമായ M ഖാലിദ് കോഴിക്കോട് പറഞ്ഞു. ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ചിരിക്കുന്ന ബഡ്ജറ്റ് കേരള സംസ്ഥാനത്ത് ചെറുകിട വ്യവസായങ്ങൾക്ക് വൻ വളർച്ചയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ വിലയിരുത്തുന്നത്. 1550 കോടി മുതൽ മുടക്കുള്ള 16,000 MSME യൂണിറ്റുകൾ തുടങ്ങുമെന്നും അതുകൊണ്ട് തന്നെ 55,000 തൊഴിൽ മേഖല 55,000 തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു തൊഴിൽ മേഖലക്ക് വളർച്ചയുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറുകിട വ്യവസായത്തിന് പ്രത്യേകമായി 163 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. അത് പ്രധാനമായും ചെറുകിട വ്യവസായങ്ങളുള്ള പാർക്കുകളുടെ അടിസ്ഥാന വികസനത്തിന് വേണ്ടിയാണ് ആ പണം വകയിരുത്തിയിരിക്കുന്നതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 6,700 ഏക്കർ സ്ഥലം വ്യവസായ പാർക്കുകൾക്ക് വേണ്ടി എടുക്കുമെന്ന് ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി ഫണ്ട് 15,600 കോടി രൂപ കിഫ്ബിയിൽ നിന്നും നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയം വികസനത്തിനെതിരെയുള്ള നഗരസഭയുടെ നിലപാടിനെതിരെ വീണ ജോർജ് MLAയുടെ നേതൃത്വത്തിൽ ജനകീയ സമരം ആരംഭിച്ചു. സ്പോർട്സ് കൌൺസിൽ അനുവദിച്ച 50 കോടി ഉപയോഗിച്ച് സ്റ്റേഡിയം നവീകരിക്കുന്നതിന് ഉണ്ടാക്കിയ ധാരണാപത്രത്തിനെതിരെയുള്ള നഗരസഭയുടെ നിസ്സംഗ നിലപാടിനെതിരെയാണ് പ്രത്യക്ഷ സമരം ആരംഭിച്ചിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയം നവീകരണത്തിന് സർക്കാർ രൂപീകരിച്ച ധാരണാപത്രത്തിനെതിരെ നിസ്സംഗത നിലപാടാണ് UDF നേതൃത്വം നൽകുന്ന പത്തനംതിട്ട നഗരസഭ തുടർന്നു പോരുന്നത്.
നിലവിലുള്ള IOU ഒപ്പിട്ടാൽ ഫലത്തിൽ ജില്ലാ സ്റ്റേഡിയം നഗരസഭയ്ക്ക് നഷ്ടമാകുമെന്നാരോപിച്ച നഗരസഭാ അധികൃതർ ഇതിനെ അംഗീകരിക്കാൻ വിമുഖത കാട്ടുന്നതും ജില്ലയ്ക്ക് ലഭിക്കാവുന്ന 50 കോടിയുടെ വികസനം നഷ്ടമാകുമെന്ന സാഹചര്യമുണ്ടായപ്പോൾ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി EP ജയരാജന്റെ അധ്യക്ഷതയിൽ സമവായ ചർച്ച നടന്നിരുന്നു. എന്നാൽ ഇതിനുശേഷം വെള്ളിയാഴ്ച നടന്ന നഗരസഭാ കൌൺസിൽ യോഗത്തിലും ധാരണാപത്രം ഒപ്പിടേണ്ടതില്ല എന്ന ഭരണകക്ഷി തീരുമാനിച്ചതിനെ തുടർന്നാണ് നഗരസഭ വികസന വിരോധനത്തിനെതിരെ വീണ ജോർജ് MLAയുടെ നേതൃത്വത്തിൽ ജനകീയ സമരം ആരംഭിച്ചത്. അന്ധമായ കക്ഷി രാഷ്ട്രീയം മുൻനിർത്തിയാണ് UDF നൽകുന്ന നഗരസഭാ ഭരണസമിതി വികസനത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതെന്ന് വീണ ജോർജ് MLA പറഞ്ഞു. 50 കോടി രൂപയുടെ സ്വത്ത് മുനിസിപ്പാലിറ്റിക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. 1 രൂപ പോലും മുനിസിപ്പാലിറ്റിക്ക് ലയബിലിറ്റി ഇല്ല, കടമില്ല, സംസ്ഥാന സർക്കാർ ചെയ്തു കൊടുക്കുക. അപ്പൊ ഇത് ജനവിരുദ്ധമായിട്ടുള്ള, വികസന വിരുദ്ധമായിട്ടുള്ള, ഒരു അടിസ്ഥാനവുമില്ലാത്ത, സാമാന്യ ബുദ്ധിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്കും മനസ്സിലാകാത്ത രീതിയിലുള്ള നീചമായിട്ടുള്ള രാഷ്ട്രീയ കളിയാണ് ഇവിടെ നടക്കുന്നത്. അത്യന്തം പരിഹാസ്യമാണ്. പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമാണ്. ഈ വേദിയിലുള്ളത് കായിക താരങ്ങളാണ്. ഒരു രാഷ്ട്രീയ വിഭാഗത്തിലും പെടാത്ത കായിക താരങ്ങളാണ് ഇവിടെ. ഇപ്പോഴത്തെ നിലപാട് തിരുത്താൻ നഗരസഭ തയ്യാറായിട്ടില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരപരിപാടികളുമായി വരും ദിവസങ്ങളിലും മുന്നോട്ടു പോകാനാണ് സമരസമിതിയുടെയും തീരുമാനം. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. വയനാട്ടിലെ 3 അതിർത്തിയോട് ചേർന്ന കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ 4 നിയമസഭാ മണ്ഡലങ്ങളും ഉൾക്കൊള്ളുന്നതാണ് വയനാട് ലോക്സഭാ മണ്ഡലം. മണ്ഡല രൂപീകരണത്തിന് ശേഷം 2 തവണയും UDFനാണ് വിജയം. 2014-ൽ UDF ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ 3 മണ്ഡലത്തിൽ മാത്രമാണ് UDFന് വിജയിക്കാൻ സാധിച്ചത്. മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ LDFന് വിജയപ്രതീക്ഷ നൽകുന്ന മണ്ഡലങ്ങളിലൊന്നായി വയനാടിനെ മാറ്റിയിട്ടുണ്ട്. 2009-ൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ച മണ്ഡലമാണ് വയനാട്. UDF സ്ഥാനാർത്ഥി MA ഷനവാസ് 1,53,439 വോട്ടിന്റെ വൻ ഭൂരിപക്ഷം നേടി വിജയിച്ചു. എന്നാൽ 2014-ലാവട്ടെ 20,870 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് നേടാനായത്. CPI-യിലെ സത്യൻ മൊഗേരിയായിരുന്നു എതിർ സ്ഥാനാർത്ഥി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4-ലും LDFനായിരുന്നു വിജയം. വീരേന്ദ്രകുമാർ ഇടതുപാളയത്തിലേക്ക് തിരിച്ചെത്തിയതും LDFന് പ്രതീക്ഷ നൽകുന്നു. ഇത്തരത്തിൽ രാഷ്ട്രീയ സാഹചര്യം ആകെ മാറി. വയനാട് LDFന് പിടിച്ചെടുക്കാനാവുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണെന്ന നിലയിലേക്കെത്തി കാര്യങ്ങൾ. ഷാനവാസ് ഫസ്റ്റ് സമയത്ത് മത്സരിച്ച ഭൂരിപക്ഷം പിന്നീട് വളരെ കുറവായിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് മുന്നേറാൻ സാധിച്ചിട്ടുണ്ട്. തിരിച്ചുപിടിക്കാൻ കഴിവുണ്ട് LDFന് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ എന്നാണ് ഇപ്പോൾ മൊത്തത്തിൽ തോന്നുന്നൊരു അഭിപ്രായം. നിലവിലെ സാഹചര്യത്തിൽ മണ്ഡലത്തിൽ CPI സ്ഥാനാർത്ഥി തന്നെ LDFൽ നിന്ന് മത്സരിക്കാനാണ് സാധ്യത. വിജയസാധ്യത പ്രതീക്ഷിച്ച് UDFലെ പല നേതാക്കളും വയനാട് സീറ്റിൽ കണ്ണുവച്ചിട്ടുണ്ട്. നിലവിൽ T സിദ്ദിഖ്, VV പ്രകാശ്, MM ഹസൻ, ഷാനിമോൾ ഉസ്മാൻ എന്നിവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ ആ വിശ്വാസത്തിൽ വാസ്തവമില്ലെന്നാണ് കാര്യങ്ങളും കണക്കുകളും സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MA ഷാനവാസിന്റെ ഭൂരിപക്ഷം കുറഞ്ഞതും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ LDF മുന്നേറ്റവുമെല്ലാം ചിത്രം വ്യത്യസ്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം മുതൽ എല്ലാം നിർണായകമായേക്കാവുന്ന കടുത്ത മത്സരം തന്നെയാണ് വയനാട്ടിൽ നടക്കുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിച്ച ആത്മവിശ്വാസത്തിലും ശക്തമായ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെയും വിജയം തന്നെ ലക്ഷ്യമാക്കിയാണ് LDF മത്സരത്തിനിറങ്ങുന്നത്. നിലവിൽ 13,06,141 വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത്. അനൂപ് കയാർ, വയനാട്. പുതിയ CBI മേധാവിയായി ഋഷി കെ ശുക്ലയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. വിവരങ്ങളുമായി ശരത് ചേരുന്നു. ശരത്, അങ്ങനെ ഋഷി കെ ശുക്ലയെ അവസാനം CBI മേധാവിയായി സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ്? പ്രിയ, ഏറെ കാലത്തിന് വിവാദങ്ങൾക്ക് വഴിവെച്ച ഒരു വിഷയമായിരുന്നു CBI ഡയറക്ടർ സ്ഥാനത്തേക്ക് ആര് പരിഗണിക്കപ്പെടുമെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ. നേരത്തെ അലോക് കുമാർ വർമ്മയെ CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്നും സെലക്ഷൻ കമ്മിറ്റി പുറത്താക്കിയതിന് പിന്നാലെ ജനുവരി 10 മുതൽ CBI ഡയറക്ടർ സ്ഥാനത്ത് യാതൊരു ആരെയും നിയമിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുന ഖാർഗെ സെലക്ഷൻ കമ്മിറ്റിയിൽ തന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് പല പേരുകളെയും എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സെലക്ഷൻ കമ്മിറ്റി യോഗത്തിലും പല രീതിയിലുള്ള അസ്വാരസ്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായതിനെ തുടർന്ന് 3ാമത്തെ തവണ യോഗം ചേർന്നതിന് ശേഷമാണ് ഇപ്പോൾ CBI ഡയറക്ടർ സ്ഥാനത്തേക്ക് പുതിയ നിയമനം നടത്താൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. ഋഷികുമാർ ശുക്ലയാണ് ഇപ്പോൾ 1983-ലെ മധ്യപ്രദേശ് കേഡർ ആയിട്ടുള്ള
ഋഷികുമാർ ശുക്ലയാണ് ഇപ്പോൾ CBI ഡയറക്ടർ സ്ഥാനത്തേക്ക് നിയമിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ഉത്തരവ് അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി, കേന്ദ്ര ക്യാബിനറ്റിന്റെ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഇറക്കുകയും ചെയ്തു. അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി PK ത്രിപാഠി ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ഏറെ വിവാദങ്ങൾക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ അലോക് കുമാർ വർമ്മ പുറത്തായതിനു ശേഷം ആരായിരിക്കും CBI ഡയറക്ടർ എന്നതിനെ സംബന്ധിച്ച് വലിയ ചർച്ചകളായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. രജനീകാന്ത് മിശ്ര, ജാവീദ് അഹമ്മദ്, SS ദേശ്വാൾ തുടങ്ങിയ ആളുകളെയും ഈ പട്ടികയിലേക്ക് പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. ഉത്തർപ്രദേശ് കേഡറിലെ 1984 ഉത്തർപ്രദേശ് കേഡറിലെ ഉദ്യോഗസ്ഥരായിരുന്നു ഈ രജനീകാന്ത് മിശ്രയും ജാവീദ് അഹമ്മദും. ഇവരെ മറികടന്നുകൊണ്ടാണ് 1983 മധ്യപ്രദേശ് IPS കേഡർ ഉദ്യോഗസ്ഥനായ ഋഷികുമാർ ശുക്ല ഇപ്പോൾ CBIയുടെ ഡയറക്ടർ ജനറലായി ചുമതലയേൽക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഇത് സംബന്ധിച്ച ഉത്തരവ് വന്നിരിക്കുകയാണ്. ഏറെ ഒരു രാഷ്ട്രീയ വിവാദങ്ങൾക്കൊക്കെ തന്നെ വഴിവെച്ചിട്ടുള്ള ഒരു വിഷയമായിരുന്നു CBI ഡയറക്ടറുടെ നിയമനം. ശരത്, നമുക്കറിയാം നിരവധി പേരുകളാണ് ഈ ഒരു സ്ഥാനത്തേക്ക് ഉയർന്നു വന്നത്. അവസാനം ഇപ്പോൾ ഋഷികുമാർ ശുക്ലയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തെ തെരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം അദ്ദേഹം ഈ ഒരു സ്ഥാനത്തേക്ക് എത്തപ്പെട്ടത് എങ്ങനെയാണ്? നമുക്കറിയാം അവസാന പട്ടികയിൽ ഉയർന്നു വന്ന ഒരു പേര് തന്നെയായിരുന്നു ഋഷികേശ് ശുക്ല. തീർച്ചയായും മധ്യപ്രദേശ് DGP ആയിരുന്നു ഋഷികുമാർ ശുക്ല. പ്രിയ, ഇവർ കഴിഞ്ഞ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ അധികം ഒരു വലിയ രീതിയിൽ പരാമർശിക്കപ്പെട്ട പേരായിരുന്നില്ല ഋഷികുമാർ ശുക്ലയുടേത്. രജനീകാന്ത് മിശ്ര അതുപോലെ തന്നെ ജാവീദ് അഹമ്മദ് എന്നീ 2 പേരുകളായിരുന്നു കാര്യമായും പരിഗണിക്കപ്പെട്ടിരുന്നത്. ഇന്നലെ സെലക്ഷൻ കമ്മിറ്റി യോഗം ചേർന്ന ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രജനീകാന്ത് മിശ്രയ്ക്ക് വേണ്ടി BSF തലവനായിട്ടുള്ള രജനീകാന്ത് മിശ്രയ്ക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുമെന്നുള്ളതായിരുന്നു ഒരു സൂചനയുണ്ടായിരുന്നത്. എന്നാൽ ഈ ഇതിൽ നിന്നൊക്കെ തന്നെ മാറിക്കൊണ്ടായിരുന്നു. നേരത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രധാനമായും 3 പേരുകാരായിരുന്നു. ഈ പേരിൽ ഉണ്ടാവാത്ത ഒരാളാണ് രജനീകാന്ത് മിശ്ര. ജനുവരി 10 ഇതിന് അലോക് കുമാർ വർമ്മ മാറിയതിനു ശേഷം ഏതാണ്ട് 1983, 1984 ബാച്ചിലെ ഏതാണ്ട് 70 മുതൽ 80ഓളം വരുന്ന IPS ഉദ്യോഗസ്ഥരെ ഈ ഒരു നിയമനത്തിന് വേണ്ടി പരിഗണിച്ചിരുന്നു. ഇതിനൊടുവിലാണ് ഇപ്പോൾ ഋഷികുമാർ ശുക്ലയെ നിയമിക്കാൻ വേണ്ടി കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ശരത്, ഇനി അടുത്ത നടപടി എന്താണ്? ഇപ്പോൾ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ഉത്തരവ് വന്നിരിക്കുകയാണ്. ഇനി അടുത്ത നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും പ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമന ഉത്തരവ് വന്ന സ്ഥിതിക്ക് ഇനി ചുമതല ഏറ്റെടുക്കുവാൻ ഋഷികുമാർ ശുക്ലയെ സംബന്ധിച്ചിടത്തോളം തടസ്സമില്ല. 2 വർഷത്തേക്കാണ് ഋഷികുമാർ ശുക്ല CBI ഡയറക്ടർ സ്ഥാനത്തേക്ക് നിയമിതനാകാൻ വേണ്ടി പോകുന്നത്. പ്രധാനമായും ഈ നിയമനം അല്ലെങ്കിൽ ചുമതല ഏറ്റെടുക്കുന്നത് കാര്യമായും വൈകാനുള്ള സാധ്യത കാണുന്നില്ല. കാരണം നേരത്തെ ഇന്നലെ സുപ്രീം കോടതിയിൽ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം അല്ലെങ്കിൽ നിരീക്ഷണം ഈ CBI ഡയറക്ടർ വിഷയത്തിൽ നടത്തിയിരുന്നു. അതായത് CBI ഡയറക്ടറെ പോലെയുള്ള ഉയർന്ന ഒരു പദവി ഇത്രയും കാലം വേക്കന്റ് ആയി കിടക്കുന്നത് ശരിയല്ല എന്നും CBI ഡയറക്ടർ സ്ഥാനത്തേക്ക് ഉടൻ നിയമനം വേണമെന്നുമായിരുന്നു ആ ഒരു സുപ്രീം കോടതി ഇടക്കാല ഡയറക്ടറുടെ ഒരു നിയമനം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിൽ പറഞ്ഞത്. ആ ഒരു സാഹചര്യത്തിൽ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി ഏതായാലും കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ ഋഷികുമാർ ശുക്ലയും തയ്യാറാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത്തരത്തിലൊരു സുപ്രീം കോടതിയുടെ നിരീക്ഷണവും ഉള്ള പശ്ചാത്തലത്തിൽ അതിനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ശരത്, നമുക്കറിയാം നിരവധി നാടകീയ സംഭവ വികാസങ്ങൾക്കാണ് CBI തലപ്പത്ത് അരങ്ങേറിയത്, അവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത്തരത്തിൽ മേധാവിയെ അവസാനമായി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി എടുത്തിരിക്കുന്ന സ്ഥിതിക്ക് അതിനൊക്കെ ഒരു വിരാമം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും ഏതായാലും ഈ വിഷയം CBI ഡയറക്ടറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായും വിവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ അത് ഉന്നയിക്കാൻ വേണ്ടി പോകുന്നത് കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവായിട്ടുള്ള മല്ലികാർജ്ജുന ഖാർഗെ തന്നെയായിരിക്കും. കാരണം കഴിഞ്ഞ ഘട്ടത്തിലൊക്കെ തന്നെ അലോക് കുമാർ വർമ്മയെ CBI ഡയറക്ടർ സ്ഥാനത്തേക്ക് പുനർനിയമിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവ് വരികയും ആ ഉത്തരവിനെ മറികടക്കാൻ വേണ്ടി സെലക്ഷൻ കമ്മിറ്റി അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ട് പുതിയ ഒരു ഡയറക്ടറെ തീരുമാനിക്കാനും തീരുമാനിച്ചിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ആ യോഗത്തിൽ നോട്ട് എഴുതിയത് മല്ലികാർജ്ജുന ഖാർഗെയാണ്. ആ സാഹചര്യത്തിൽ ഋഷികേശ് ശുക്ലയെ പുതിയ CBI മേധാവിയായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. പ്രധാനമന്ത്രി അധ്യക്ഷനായ സമിതിയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളാണ് ശരത്ത് നൽകിയത്. ഇപ്പോൾ പുനലൂർ RTO ഓഫീസ് സമർപ്പണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയാണ്. അതിലേക്ക് അതോടൊപ്പം ഇവിടെ പ്രസ്താവിച്ചതുപോലെ 190 കുടുംബങ്ങൾ കോട്ടയം
197 കുടുംബങ്ങൾക്കുള്ള പട്ടയ വിതരണവും ഇവിടെ വെച്ച് നടക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളിലും ജനങ്ങളാകെ സന്തോഷത്തിലാണ്. ആ സന്തോഷത്തിൽ ഞങ്ങളെല്ലാവരും പങ്കുചേരുന്നു. അതോടൊപ്പം ഈ റവന്യൂ ഡിവിഷണൽ ഓഫീസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ. പുനലൂര് കൊല്ലം ജില്ലയിലെ ഗ്രാമീണ സൗന്ദര്യമുള്ള നാടാണ്. തമിഴ്നാടുമായി പുരാതന കാലം മുതലേ വാണിജ്യ ബന്ധം പുലർത്തി വരുന്ന ഒരു നാടുമാണിത്. ഇവിടെയുള്ള ഒരു പ്രത്യേകത, പുരാതന ശിലായുഗ കാലഘട്ടത്തിൽ പോലും ഇവിടെ ജനവാസമുണ്ടായിരുന്നു എന്നാണ് ചരിത്രരേഖകളിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ നദീതട സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ തെന്മലയിൽ നിന്ന് കണ്ടെടുത്തിട്ടുമുണ്ട്. 1374 വരെ പുനലൂരും സമീപ പ്രദേശങ്ങളും ഇളയിടത്ത് സ്വരൂപം പകയായിരുന്നു. ഇതാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. പുനലൂരെ ചൂട് നല്ല പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ നല്ല തോതിൽ മഴയും ലഭിക്കുന്ന നാടാണിത്. തൂക്കുപാലമാണ് ഇവിടുത്തെ മറ്റൊരു മുഖമുദ്ര. പുനലൂർ തിരുനെൽവേലി റെയിൽപാത, പേപ്പർ മില്ല്, ഇതൊക്കെ പിന്നീട് പുനലൂരിന് പ്രസിദ്ധി നൽകിയ ഇനങ്ങളാണ്. സ്വാതന്ത്ര്യാനന്തര സ്ഥിതിവിശേഷം പരിശോധിച്ചാൽ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ നടന്നിട്ടുണ്ട്. താലൂക്ക് ആസ്ഥാനം, വ്യാപാര കേന്ദ്രം, മലഞ്ചരക്ക് വിപണന കേന്ദ്രം, ആശുപത്രി, കോടതി, ബസ് സ്റ്റേഷൻ, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഉൾപ്പെടുകയാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ അംഗീകാരമായി വേണം ഈ റവന്യൂ ഡിവിഷൻ ആസ്ഥാനത്തെ കാണാൻ. 3 താലൂക്കുകളാണ് ഈ ഡിവിഷനിൽ പെടുന്നത്: പുനലൂർ, പത്തനാപുരം, കൊട്ടാരക്കര. പത്തനാപുരം താലൂക്കിലെ 8 വില്ലേജുകൾ, പുനലൂർ താലൂക്കിലെ 15 വില്ലേജുകൾ, കൊട്ടാരക്കരയിലെ 27 വില്ലേജുകൾ. അങ്ങനെ 50 വില്ലേജുകളാണ് ഈ RDO ഓഫീസിന് കീഴിൽ വരുന്നത്. പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക ജനവിഭാഗങ്ങൾ ഏറെയുള്ള ഈ പ്രദേശത്തെ 11 ലക്ഷത്തോളം ജനങ്ങൾക്ക് വിവിധ സർക്കാർ സർവീസുകൾക്കായി ദീർഘദൂരം സഞ്ചരിച്ച് കൊല്ലം നഗരത്തിലെത്തേണ്ട ബുദ്ധിമുട്ടാണ് ഇതോടെ അവസാനിക്കുന്നത്. പ്രത്യേകിച്ചും അച്ചൻകോവിൽ, ആര്യങ്കാവ്, റോസ്മല, ചെമ്പനരുവി തുടങ്ങിയ മലയോര പ്രദേശങ്ങളിലെ ജനങ്ങൾ 100-ഉം അതിലധികവും കിലോമീറ്റർ സഞ്ചരിച്ചാണ് വിവിധ സർക്കാർ സേവനങ്ങൾക്കായി കൊല്ലത്ത് എത്തിയിരുന്നത്. അവരുടെയൊക്കെ പ്രയാസങ്ങൾക്ക് ഈ റവന്യൂ ഓഫീസ് പരിഹാരമാവുകയാണ്. അതോടൊപ്പം കൊല്ലം റവന്യൂ ഡിവിഷൻ ഓഫീസിൻ്റെ ജോലിഭാരം വളരെ കൂടുതലായിരുന്നു. അതിലും ആശ്വാസമാവുകയാണ്. ഭരണ സംവിധാനത്തെ
ജനങ്ങൾക്ക് പരമാവധി ഉപകാരപ്രദമാക്കുക, ഇതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. അതിൻ്റെ ഭാഗമായാണ് ഈ റവന്യൂ ഡിവിഷൻ രൂപീകരണത്തെയും കാണേണ്ടത്. പൊതുജനങ്ങൾക്ക് അനുഗുണമായതും നാടിൻ്റെ വികസനത്തിന് ഉതകുന്നതുമായ ഒരു ഭരണ സംസ്കാരം വളർത്തിയെടുക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇപ്പം നാം പ്രഖ്യാപിച്ചതും നടപ്പിലാക്കിയതുമായ പദ്ധതികൾ സിവിൽ സർവീസ് രംഗത്ത് നടപ്പാക്കി വരുന്ന പുനലൂരിൽ RDO ഓഫീസ് സമർപ്പണ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയായിരുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ സംസാരിക്കുകയാണ്. അതിലേക്ക് പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസ്ഥാന കമ്മിറ്റി പരിശോധിക്കുകയുണ്ടായി. ഇതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകളിൽ വിജയിക്കാനുള്ള പ്രവർത്തനം സംഘടിപ്പിക്കണമെന്ന് തീരുമാനിക്കുകയുണ്ടായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് 8 സീറ്റാണ് ലഭിച്ചത്. ഇത്തവണ ഇടതുപക്ഷത്തിന് അനുകൂലമായ വിധത്തിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയത്. BJP ഗവൺമെൻറ്റിനെതിരായുള്ള ശക്തമായ അഭിപ്രായം ദേശീയ തലത്തിൽ തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കേരളത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. BJPയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക, കേന്ദ്രത്തിൽ ഒരു മതനിരപേക്ഷ സർക്കാർ അധികാരത്തിൽ കൊണ്ടുവരിക, അതിൽ ഇടതുപക്ഷത്തിൻ്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുക, ഈ ലക്ഷ്യത്തോടു കൂടി ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി വിധിയെഴുതണം എന്ന അഭ്യർത്ഥനയാണ് കേരളത്തിലെ വോട്ടർമാരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായാണ് LDF സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 2 പ്രചരണ ജാഥകൾ നടത്താൻ പോകുന്നത്. ഓരോ അസംബ്ലി മണ്ഡലങ്ങളിലും ഈ പരിപാടി വമ്പിച്ച ജനപങ്കാളിത്തത്തോടുകൂടി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ സമാപനം എന്നുള്ള നിലയിൽ മാർച്ച് മാസം 2-ാം തീയതി തൃശ്ശൂരിൽ ജില്ല കേന്ദ്രീകരിച്ച ഒരു റാലിയോടുകൂടി കേരളത്തിലെ ഇലക്ഷൻ പ്രചരണത്തിന് തുടക്കം കുറിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മാർച്ച് മാസം 2. അതുകൊണ്ട് തൃശ്ശൂർ ജില്ലയിൽ വിവിധ മണ്ഡലങ്ങളിൽ ഈ സംസ്ഥാന ജാഥ പര്യടനം നടത്തുന്നില്ല. ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിപാടി തൃശ്ശൂരിൽ സംഘടിപ്പിക്കണം എന്നതുകൊണ്ടാണ് അവിടെ വിവിധ മണ്ഡലങ്ങളിൽ അത്തരം പരിപാടികൾ സംഘടിപ്പിക്കാത്തത്. കഴിഞ്ഞ തവണ കേരളത്തിൽ ഇലക്ഷൻ നടന്നത് ഏപ്രിൽ മാസം 10-നാണ്. ഇത്തവണ ഇലക്ഷൻ്റെ തീയതി ഫെബ്രുവരി 28-ന് ശേഷം എപ്പോഴും പ്രഖ്യാപിക്കാൻ ഇടയുണ്ട്. എപ്പോൾ ഇലക്ഷൻ നടന്നാലും അതിന് തയ്യാറെടുക്കാൻ പാർട്ടി സജ്ജമായിരിക്കുകയാണ്. ഇപ്പോൾ പലതരത്തിൽ സർവേ റിപ്പോർട്ടുകളെന്ന് പറഞ്ഞുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്ന സർവേ റിപ്പോർട്ടുകൾക്കൊന്നും യാതൊരുവിധ അടിസ്ഥാനവുമില്ല. മുൻകാലങ്ങളിലും ഇലക്ഷൻ്റെ മുന്നോടിയായി ഇത്തരം സർവേ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇലക്ഷന് മുമ്പ് ഒട്ടേറെ സർവേ റിപ്പോർട്ടുകൾ LDFനെതിരായിട്ടായിരുന്നു പുറത്തു വന്നിരുന്നത്. പോളിംഗിന് ശേഷമാണ് ചില സർവേ LDFന് മുൻതൂക്കമുണ്ട് എന്ന് പറയാൻ സന്നദ്ധമായത്. ഇതിൽ ഇടതുപക്ഷ മുന്നണിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിച്ച ഇലക്ഷൻ 2004-ലെ
ലോക്സഭാ ഇലക്ഷനാണ്. അന്നാണ് 20 പാർലമെന്റ് സീറ്റിൽ 18 പാർലമെന്റ് സീറ്റ് ഇടതുപക്ഷ മുന്നണിക്ക് ലഭിച്ചത്. 2004 ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു സീറ്റും ലഭിച്ചിരുന്നില്ല. UDFന് ഒരു സീറ്റാണെന്ന് ലഭിച്ചത്. NDA പിന്താങ്ങിയ ഒരാളും അന്ന് ജയിച്ചു 2004. ആ ഘട്ടത്തിൽ പുറത്തു വന്ന സർവേ റിപ്പോർട്ട് ഇപ്പോൾ ഓർക്ക് നല്ലതാണ്. 2004 അന്ന് സർവേ റിപ്പോർട്ട് പറഞ്ഞത് UDFന് 14 സീറ്റാണ് അന്ന് പറഞ്ഞത്. കിട്ടിയത് ഒരു സീറ്റാണ്. LDFന് സർവേ റിപ്പോർട്ടിൽ അന്ന് പറഞ്ഞത് 6 സീറ്റാണ്. കിട്ടിയത് 18 സീറ്റാണ്. സർവേ റിപ്പോർട്ടുകളുടെ പിന്നാലെ പോകാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. ജനങ്ങൾക്കിടയിൽ ശരിയായ സർവേ പാർട്ടി തന്നെ നടത്തുന്നുണ്ട്. ഓരോ വോട്ടർമാരുടെയും അടുത്ത് പോയി അവരുടെ അഭിപ്രായം മനസ്സിലാക്കാൻ അത് സംബന്ധിച്ചൊരു പരിശോധന എല്ലാ തലത്തിലുള്ള പാർട്ടി ഘടകങ്ങളും ഇതിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട്. അതുകൊണ്ട് സർവേ റിപ്പോർട്ടുകളെ ആശ്രയിച്ചുകൊണ്ടല്ല പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരം സർവേ റിപ്പോർട്ടുകളെല്ലാം ആസൂത്രിതമായി പുറത്തുവിടുന്ന റിപ്പോർട്ടുകളാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെ കേരളത്തിൽ പ്രവർത്തിക്കാൻ കഴിയും. അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ നടന്ന പല തെരഞ്ഞെടുപ്പുകളിലും LDFന് മുന്നേറ്റമാണ് ഉണ്ടായത്. മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ മുൻ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ LDFന് 1,00,000-ൽ പരം വോട്ടാണ് അധികം കിട്ടിയത്. വേങ്ങര ഉപതെരഞ്ഞെടുപ്പിലും LDFന് മുമ്പത്തേതിനേക്കാൾ അധികം വോട്ട് ലഭിച്ചിരുന്നു. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി ചരിത്ര വിജയമാണ് നേടിയത്. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് 13 ഘട്ടത്തിൽ ഇലക്ഷൻ നടന്നപ്പോൾ ആ 13 ഘട്ടങ്ങളിലും ഇടതുപക്ഷ മുന്നണിക്കായിരുന്നു മുൻകൈ ഉണ്ടായിരുന്നത്. ഇത് നിലനിർത്തി മുന്നോട്ട് പോകാൻ സാധിച്ചാൽ നല്ല വിജയം ഇത്തവണ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി 2 ബഡ്ജറ്റുകൾ, കേന്ദ്ര ബഡ്ജറ്റും സംസ്ഥാന ബഡ്ജറ്റും സംബന്ധിച്ച് 2 ഗവൺമെൻറ്റുകളുടെ സമീപനം എന്താണ്? BJP ഗവൺമെൻറ് സമീപനവും ഇടതുപക്ഷ ഗവൺമെൻറ് സമീപനവും എന്താണ് ഇത് ജനങ്ങൾ വിലയിരുത്താനുള്ളൊരു അവസരമാണ്. ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച് കൂടുതൽ ജനങ്ങളിൽ പ്രചരണം നടത്താൻ കേരളത്തിൽ 14 ജില്ലാ കേന്ദ്രങ്ങളിൽ ബഡ്ജറ്റ് സംബന്ധിച്ചുള്ള ഒരു സെമിനാറുകൾ സംഘടിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. AKG പഠന ഗവേഷണ കേന്ദ്രമായിരിക്കും തിരുവനന്തപുരത്ത് സെമിനാർ സംഘടിപ്പിക്കുക. അത് മാർച്ച് മാസം 5-ാം തീയതി ഇവിടെ തിരുവനന്തപുരത്ത് സെമിനാർ സംഘടിപ്പിക്കും. അത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ധനകാര്യമന്ത്രിയും പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാനും മറ്റ് സാമ്പത്തിക വിദഗ്ധന്മാരും തിരുവനന്തപുരത്ത് സെമിനാറിൽ പങ്കെടുക്കും. മറ്റ് ജില്ലകളിൽ ജില്ലാതലത്തിലുള്ള പഠന ഗവേഷണ കേന്ദ്രങ്ങളുടെ ആഭിമുഖ്യത്തിൽ സെമിനാറുകൾ നടത്തുന്നതാണ്. ആ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിൽ നടക്കുന്ന സെമിനാറുകളിലും ഒരു മന്ത്രി പങ്കെടുക്കുന്നതായിരിക്കും. ഈ തരത്തിൽ 14 സെമിനാറുകൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാർച്ച് മാസം 11-ാം തീയതിക്കുള്ളിൽ ഈ സെമിനാറുകളൊക്കെ നടത്തുന്നതായിരിക്കും. കേന്ദ്ര ബഡ്ജറ്റ് പുറത്തു വന്നതോടുകൂടി അധികാരത്തിൽ ഇരുന്ന 4.25 വർഷം അവർ നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്ന് ഇത്തവണത്തെ ബഡ്ജറ്റ് അടിവരയിട്ട് വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രകടന പത്രികയിൽ BJP മുന്നോട്ട് വെച്ച കാര്യങ്ങൾ നടപ്പാക്കാൻ BJPക്ക് സാധിച്ചില്ല. അത് ഈ വർഷത്തെ ബഡ്ജറ്റ് വഴിയും അവർക്ക് ലക്ഷ്യം കാണാൻ കഴിഞ്ഞിട്ടില്ല.
എന്നാൽ സംസ്ഥാന ഗവൺമെൻറ് LDF ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതാണ് ഓരോ വർഷവും LDF സർക്കാർ പ്രോഗ്രസ് റിപ്പോർട്ടുകൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷവും വാർഷിക പരിപാടിയുടെ ഭാഗമായി LDF ഗവൺമെൻറ് പ്രോഗ്രസ് റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, പരിമിതികൾ എന്താണ് എന്ന് വ്യക്തമാക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് ഇടതുപക്ഷമാണ്. BJPക്കാർ പറയുന്നത് ഇലക്ഷൻ കാലത്ത് നൽകുന്ന വാഗ്ദാനങ്ങൾ നടപ്പാക്കാനുള്ളതല്ല എന്ന് കേന്ദ്രമന്ത്രി ഗഡ്കരിയും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻപിള്ളയും പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പം അത് ഇത്തവണയും അവരുടെ ബഡ്ജറ്റ് വാഗ്ദാനങ്ങൾ നടപ്പാക്കാനുള്ളതല്ല എന്ന് തെളിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കേന്ദ്ര ബഡ്ജറ്റ് അവരുടെ ഏറ്റവും വലിയ വാഗ്ദാനമായിരുന്നു കള്ളപ്പണം പിടിച്ചെടുത്ത് 15 ലക്ഷം രൂപ ഓരോരുത്തരുടെ ബാങ്ക് അക്കൗണ്ടിൽ കൊടുക്കുമെന്നുള്ളത്. അത് ഇതുവരെ നടപ്പാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് നോട്ട് നിരോധനം കൊണ്ടുവന്നത് കള്ളപ്പണം ഇല്ലാതാക്കാനാണ്. പക്ഷേ RBI പുറത്തുവിട്ട കണക്ക് പ്രകാരം തന്നെ നിരോധിച്ച നോട്ടിൽ 99.3% നോട്ടുകൾ ബാങ്കിലേക്ക് തിരിച്ചു വന്നു എന്ന് വ്യക്തമാക്കിയതോടുകൂടി കള്ളപ്പണ വേട്ടയ്ക്ക് വേണ്ടിയാണ് നോട്ട് നിരോധനം എന്ന അവകാശവാദം ശുദ്ധ അസംബന്ധമാണ് എന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. തൊഴിലില്ലായ്മയെ സംബന്ധിച്ചായിരുന്നു ഏറ്റവും വലിയ വാഗ്ദാനം BJP കൊടുത്തിരുന്നത്. എന്നാൽ 40 വർഷത്തെ ഏറ്റവും പ്രതികൂലമായ ഒരവസ്ഥയാണ് തൊഴിൽ മേഖലയിലുള്ളത് എന്ന് വ്യക്തമായിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സൽ സർവേ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ കാര്യങ്ങൾ പുറത്തുവിടുന്നതെന്ന് വന്നപ്പോൾ ആ കമ്മീഷൻ തന്നെ പിരിച്ചുവിടുന്ന സ്ഥിതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത്. കാർഷിക മേഖലയ്ക്ക് നൽകിയ വാഗ്ദാനം നടപ്പാക്കാൻ ഈ വർഷത്തെ ബഡ്ജറ്റിലും BJPക്ക് സാധിച്ചില്ല. കുറഞ്ഞത് 18,000 രൂപയെങ്കിലും വരുമാനം ഒരു മാസം ഉണ്ടാക്കുമെന്നുണ്ടായിരുന്ന വാഗ്ദാനം നടപ്പാക്കാൻ ഒരു നടപടിയും BJPക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. 65 കോടി ആളുകൾ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഇന്ത്യയിൽ ഇപ്പോൾ 75,000 കോടി രൂപയാണ് കാർഷിക മേഖലയ്ക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുള്ളത്. ഇതൊരാൾക്കൊരു മാസം 100 രൂപ പോലും കൊടുക്കാൻ സാധിക്കാത്ത വിധത്തിലാണ് കാർഷിക മേഖലയ്ക്ക് നീക്കിവെച്ച തുക. അസംഘടിത മേഖലയെക്കുറിച്ച് നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങളെല്ലാം വെറും വായ്ത്താരിയാണ് കേന്ദ്രത്തിൻ്റേത്. 500 കോടി രൂപ കൊണ്ട് പ്രശ്നം പരിഹരിക്കാമെന്ന ഒരു വാഗ്ദാനം നൽകിക്കൊണ്ട് ജനങ്ങളെ വ്യാമോഹിപ്പിക്കുക മാത്രമാണ് കേന്ദ്ര ബഡ്ജറ്റ് ചെയ്യുന്നത്. വിലക്കയറ്റം തടഞ്ഞു നിർത്താനുള്ള നടപടികളൊന്നും കേന്ദ്ര ബഡ്ജറ്റിലില്ല. പൊതുമേഖലാ ബാങ്കുകൾ സംബന്ധിച്ച് 2.6 ലക്ഷം കോടി രൂപ റീക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി ചെലവഴിച്ചു എന്ന് അവകാശപ്പെടുന്നു. എന്നാൽ ഈ പൊതുമേഖലാ ബാങ്കുകളാണ് 2.5 ലക്ഷം കോടി രൂപ കോർപ്പറേറ്റുകളുടെ പണം എഴുതി തള്ളിയത്. ഈ വർഷം 1.5 ലക്ഷം കോടി രൂപ കൂടി എഴുതിത്തള്ളാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പോൾ പൊതുമേഖലാ ബാങ്കുകളെ തകർത്തത് ഇന്ത്യയിലെ BJP സർക്കാരാണ്. ഈ ഘട്ടത്തിലാണ് കേരള ബഡ്ജറ്റും കേന്ദ്ര ബഡ്ജറ്റും തമ്മിലുള്ള വ്യത്യാസം ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തിൽ ഒരു പ്രകൃതി ദുരന്തം നേരിട്ട സംസ്ഥാനമാണ്. അതിൽ കേന്ദ്രത്തിൻ്റെ സഹായമൊന്നും ഈ ബഡ്ജറ്റിലും പ്രഖ്യാപിച്ചില്ല. കേരളത്തെ സംബന്ധിച്ച് വളരെ നാളത്തെ ഒരു ആവശ്യമായിരുന്നു എയിംസ്. അതും ഇത്തവണ കേരളത്തിന് നൽകിയില്ല. കഞ്ചിക്കോട്ടെ റെയിൽ ഫാക്ടറിക്ക് വേണ്ടി കേന്ദ്ര ബഡ്ജറ്റിൽ നീക്കിവെച്ചിരിക്കുന്നത് 1000 രൂപ മാത്രമാണ്.
ഇപ്പോൾ കഞ്ചിക്കോട്ടെ കോച്ച് ഫാക്ടറി വരാൻ പോകുന്നില്ല എന്ന കാര്യം വ്യക്തമായി കഴിഞ്ഞു. റെയിൽവേ സോണും ഇത്തവണത്തെ ബഡ്ജറ്റിലും ഇല്ല. പ്രധാനമായി കേരളത്തെ പ്രതികൂലമായി ബാധിക്കാൻ പോകുന്നൊരു നിർദ്ദേശം കേന്ദ്ര ബഡ്ജറ്റിലുണ്ട്. ഇറക്കുമതി ചുങ്കങ്ങൾക്ക് ഇനിയും ഇളവ് കൊടുക്കും എന്ന പ്രഖ്യാപനമാണ്. ഇത് നാളെ വിളയെ കേരളത്തിൽ പ്രതികൂലമായി ബാധിക്കും. റബ്ബർ മേഖല ഇന്നുള്ളതിനേക്കാൾ പ്രതിസന്ധിയിലാവും. ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയം പല മേഖലയിലും പ്രത്യാഘാതം സൃഷ്ടിക്കുമ്പോഴാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ജനങ്ങളിൽ പ്രത്യാശ ഉണ്ടാക്കുന്ന വിധത്തിൽ ചില ഇടപെടലുകൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അത് ക്ഷേമ പെൻഷനുകൾ എല്ലാം 100 രൂപയായി വർദ്ധിപ്പിച്ചത് ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും സാധാരണ ജനങ്ങളുടെ കൂടെയുള്ളൊരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ എന്ന് തെളിയിച്ചിട്ടുണ്ട്. 25 ഇന കർമ്മ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് സ്വകാര്യ നിക്ഷേപങ്ങൾ കൂടി കേരളത്തിൽ ആകർഷിക്കാൻ ഉള്ള നടപടികൾ ബഡ്ജറ്റിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രവാസി നിക്ഷേപം ആകർഷിക്കാനുള്ള ആകർഷകമായ പദ്ധതി പ്രഖ്യാപിക്കുകയും കേരള ബാങ്ക് രൂപീകരണം ഈ വർഷത്തോടുകൂടി യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതും പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണ്. 2500 കോടി രൂപയാണ് കാർഷിക മേഖലയെ രക്ഷപ്പെടുത്താൻ വേണ്ടി നീക്കിവെച്ചിട്ടുള്ളത്. ഇതോടൊപ്പം കാപ്പി, നാളികേരം, റബ്ബർ പാർക്ക്, റൈസ് പാർക്ക് ഈ പ്രഖ്യാപനങ്ങൾ ഈ മേഖലയിൽ പുതിയ പ്രത്യാശ ഉണ്ടാക്കാൻ സഹായകരമാണ്. കുട്ടനാട് പാക്കേജ് എന്നൊരു പുതിയ പാക്കേജ് കേന്ദ്രം വളരെക്കാലമായി പ്രഖ്യാപിച്ച് നടപ്പാക്കാത്ത ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് തന്നെ കുട്ടനാട് പുനരുദ്ധാരണ പദ്ധതി ഏറ്റെടുക്കുകയാണ്. വയനാടിന് പ്രത്യേകമായ പരിഗണനയും ബഡ്ജറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. തീരദേശങ്ങൾക്കും പ്രത്യേക പരിഗണനയാണ് കൊടുത്തത്. പ്രളയത്തെ മറികടക്കുന്നതിന് വേണ്ടി ജീവനോപാധി പാക്കേജായി 4700 കോടി രൂപ പ്രഖ്യാപിച്ചത് പ്രത്യേകതയുള്ള ഒരു കാര്യമാണ്. പശ്ചാത്തല സൗകര്യ വികസനത്തിൽ LDF ഗവൺമെൻറ് മാതൃകാപരമായിട്ടുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തെക്ക് വടക്ക് സമാന്തര റെയിൽപാത യാഥാർത്ഥ്യമാകുന്ന ഇടപെടലാണ് ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുള്ളത്. പശ്ചിമതീര ജലപാതയും യാഥാർത്ഥ്യമാകാനുള്ള ഇടപെടൽ ആരംഭിച്ചിരിക്കുകയാണ്. വൻകിട ഇടത്തരം വ്യവസായങ്ങൾക്കായി 527 കോടി രൂപ നീക്കിവെച്ചത് ഒരു പുതിയ ഇടപെടലാണ്. പ്രധാനമായി ബഡ്ജറ്റിൽ ഊന്നൽ നൽകുന്നൊരു ഭാഗം സാമൂഹ്യ നീതി അധിഷ്ഠിതമായ ഒരു വികസനമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ സ്ത്രീകൾക്കുള്ള വിവിധ സ്കീമുകൾക്ക് ബഡ്ജറ്റിൽ 760 കോടി രൂപ ഇത്തവണ നീക്കിവെച്ചിട്ടുണ്ട്. നേരത്തെ 11.5% സ്ത്രീകളുടെ സ്കീമുകൾക്ക് വേണ്ടി അനുവദിച്ചതെങ്കിൽ ഇത്തവണ 16.85% അത് ഉയർത്തി. ഇത് സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീ പദവി ഉയർത്തുന്നതിനും ഗവൺമെൻറ് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഇടപെടലാണ്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് 400 കോടി രൂപയാണ് ഇവിടെ നീക്കിവെച്ചത്. രാഹുൽ ഗാന്ധി വന്നിട്ട് ഇവിടെ സ്കൂളുകൾ എവിടെയെന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധിക്കുള്ള മറുപടിയാണ് ഈ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ തുക നീക്കിവെച്ചത്. ആരോഗ്യ മേഖലയിലും രാഹുൽ ഗാന്ധി വന്ന് ചോദിച്ചു ഇവിടെ ആശുപത്രി എവിടെയാണ്. 4000 കോടി രൂപയാണ് ആരോഗ്യ മേഖലയ്ക്ക് നീക്കിവെച്ചിരിക്കുന്നത്. പ്രവാസികൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ക്ഷേമ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സർക്കാരാണ് ഇടതുപക്ഷം. മടങ്ങിയെത്തിയ പ്രവാസികളെ സഹായിക്കുക എന്നത് ഇപ്പോൾ പ്രധാനമാണ്. എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും അതാത് രാജ്യങ്ങളിൽ ഉള്ള ആളുകൾക്ക് തൊഴിൽ മേഖലയിൽ മുൻഗണന കൊടുക്കാൻ തീരുമാനിച്ചതോടുകൂടി നമ്മുടെ നാട്ടിൽ നിന്ന് പോയി പണിയെടുക്കുന്ന ആളുകൾ ഭീതിയിലാണ്. എപ്പോഴാണ് തിരിച്ചു വരേണ്ടി വരിക? ഇങ്ങനെ ആശങ്കയോടുകൂടി കഴിയുന്ന ഗൾഫ് മലയാളികൾക്ക്, പ്രവാസികൾക്ക് അടിയന്തര ധനസഹായം കൊടുക്കാൻ 25 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്.
പ്രവാസി ക്ഷേമത്തിന് വേണ്ടിയും 89 കോടി രൂപ നീക്കിവെച്ചത് വലിയ പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണ്. തീരദേശ മേഖലയ്ക്ക് വേണ്ടി 1000 കോടി രൂപ നീക്കിവെച്ചത് മത്സ്യത്തൊഴിലാളി മേഖലയിൽ സർക്കാർ നടത്തുന്ന ഇടപെടലാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി 20 കോടി രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. ഇത് ബഡ്ജറ്റിലെ എല്ലാ കാര്യങ്ങളുമല്ല, എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയത്തക്ക ഒരു സമീപനം LDF ഗവൺമെൻറ് കൈക്കൊണ്ടിട്ടുണ്ട്. സാമൂഹ്യനീതി ഉറപ്പുവരുത്തുന്ന സർവതല സ്പർശിയായ ഒരു വികസനമാണ് കേരളത്തിൽ LDF ഭരണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങളിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര ബഡ്ജറ്റും സംസ്ഥാന ബഡ്ജറ്റും തമ്മിലുള്ള വ്യത്യാസം അത് ജനങ്ങളിൽ എത്തിക്കണമെന്നാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. ഈ വർഷത്തെ ബഡ്ജറ്റ് മാത്രമല്ല, LDF ഗവൺമെൻറ് വന്നതിന് ശേഷം എടുത്ത വികസന പദ്ധതികളെല്ലാം ജനങ്ങൾക്കിടയിൽ ചർച്ചാ വിഷയമാക്കണം. ഓരോ പാർലമെൻറ്റ് മണ്ഡലത്തിലും LDF ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, കേന്ദ്ര ഗവൺമെൻറ് ഏതെല്ലാം മേഖലയിലാണ് അവഗണിച്ചത്, ഇത്തരത്തിലൊരു പ്രചരണ പരിപാടി സംഘടിപ്പിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായി ലോകസഭ ഇലക്ഷൻ പ്രവർത്തനം മാറ്റണമെന്നാണ് സംസ്ഥാന കമ്മിറ്റി ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ കൂടെ സംഘടനാപരമായി ഒരു തീരുമാനം സംസ്ഥാന കമ്മിറ്റി കൈക്കൊണ്ടത് സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ അത് പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ സംസ്ഥാന കൺട്രോൾ കമ്മീഷനിൽ ചില ഒഴിവുകൾ വന്നിട്ടുണ്ട്. 5 പേരിൽ ഒരാൾ മരണപ്പെട്ടു, സഖാവി കാസിം മരണപ്പെട്ടു. അതിൽ MM വർഗീസ് ജില്ലാ സെക്രട്ടറി ആയിട്ട് തൃശ്ശൂരിൽ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുക്കേണ്ടി വന്നു. സഖാവ് T കൃഷ്ണനും കൺട്രോൾ കമ്മീഷൻ ഒഴിവാക്കപ്പെട്ടു. അദ്ദേഹം അതിൽ ഒഴിവാക്കണമെന്ന് സംസ്ഥാന കമ്മിറ്റിയോട് അഭ്യർത്ഥിച്ചു, അയാളെ ഒഴിവാക്കിയിട്ടുണ്ടായി. നേരത്തെയുള്ള പ്രൊഫസർ MT ജോസഫ്, സഖാവ് KK ലതികയും 2 പേരാണിപ്പോൾ അവശേഷിക്കുന്നത്. ഈ 2 പേർക്ക് പുറമെ 3 പേരെ കൂടി പുതുതായിട്ട് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു. സഖാവ് M വിജയകുമാർ, അബ്ദുൽ ഖാദർ MLA, പനോളി വത്സൻ, ഇങ്ങനെ 3 പേരെ ഇതിനകത്ത് പുതുതായിട്ട് നിശ്ചയിക്കാൻ തീരുമാനിച്ചു. ഈ 5 പേരുള്ളതായിരിക്കും ഇനി കൺട്രോൾ കമ്മീഷൻ. ഈ 5 പേർ യോഗം ചേർന്ന് ചെയർമാനെ നിശ്ചയിക്കുന്നതായിരിക്കും. ചെയർമാനെ നിശ്ചയിക്കേണ്ടത് കൺട്രോൾ കമ്മീഷൻ മെമ്പർമാരാണ്. ചെയർമാനെ നിശ്ചയിക്കേണ്ടത് അവർ യോഗം ചേർന്ന് ചെയർമാനെ നിശ്ചയിച്ച് സംസ്ഥാന കമ്മിറ്റിയെ അറിയിക്കുകയാണ് വേണ്ടത്. അതിൻ്റെ നടപടികൾ പിന്നീട് സ്വീകരിക്കുന്നതായിരിക്കും. അതെ, നമ്മുടെ പഴയ സ്പീക്കർ മന്ത്രിയായിരുന്ന വിജയകുമാർ, സഖാവിനെയാണ് കൺട്രോൾ കമ്മീഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരാൾ. ബാക്കി 2 പേരുണ്ട്. അങ്ങനെ 5 പേരുള്ളതായിട്ട് കൺട്രോൾ കമ്മീഷൻ 3 ഒഴിവുകൾ നികത്താൻ തീരുമാനിച്ചു. KV അബ്ദുൽ ഖാദർ ഗുരുവായൂർ MLA, പനോളി വത്സൻ കണ്ണൂരിലുള്ള പനോളി വത്സൻ, ഇത്രയും പേരെ ഉൾക്കൊള്ളുന്ന വിധത്തിൽ അത് പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. 2 സമ്മേളനത്തിനിടയിൽ ഒഴിവ് വന്നാൽ ഒഴിവ് നികത്താനുള്ള അധികാരം ഭരണഘടന പ്രകാരം സംസ്ഥാന കമ്മിറ്റിക്കുണ്ട്. ആ ഭരണഘടനാ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പുനഃസംഘടന വരുത്തിയിട്ടുള്ളത്. സാധാരണഗതിയിൽ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചാണ് കൺട്രോൾ കമ്മീഷൻ തിരഞ്ഞെടുക്കാറ്. സംസ്ഥാന സമ്മേളനത്തിന് കുറച്ച് സമയമുണ്ട് എന്നതുകൊണ്ട് അതുവരെ ഇത് ഒഴിച്ചു വെക്കാൻ കഴിയുന്നതല്ല എന്നതുകൊണ്ടാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. ഇത്രയും തീരുമാനങ്ങളാണ് ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റി എടുത്തിട്ടുള്ളത്. അത് LDF ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന മുറക്ക് സീറ്റ് വിഭജന ചർച്ച പൂർത്തീകരിക്കും. വിപക്ഷ ചർച്ചയ്ക്ക് ഇന്ന തീയതി എന്ന ഡെഡ്ലൈൻ തീരുമാനിച്ചിട്ടില്ല. ഉഭയകക്ഷി ചർച്ച വിവിധ സന്ദർഭങ്ങളിൽ നടത്തും. അതിൻ്റെ അടിസ്ഥാനത്തിൽ LDF ചേർന്ന് തീരുമാനിച്ച് ഏതെല്ലാം സീറ്റുകളിൽ ആരൊക്കെ മത്സരിക്കണമെന്നുള്ള തീരുമാനം LDF കൈക്കൊള്ളും. അവരെപ്പോഴും അങ്ങനെ പ്രഖ്യാപിക്കാറുണ്ട്, ഒരിക്കലും പ്രഖ്യാപിക്കാൻ കഴിയാറില്ല. അതാണ് UDF ചരിത്രം. CPIM